അടുത്ത വണ്ടി ഓൾട്ടോയാണ്. ഓൾട്ടോ LXi ആണ്. ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. മോഡൽ സ്വിഫ്റ്റ് ആണ്. ഗോൾഡൻ ബീച്ച് നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. അതുകൊണ്ട് റെഡ്സ് ആണ്. അത് 2014 ആണ്. അതെ, 2014 വണ്ടിയാണ്. 2011 ആണ്. 2026 വരെ പേപ്പറുണ്ട്. ഇവർ താമസിച്ചാ ചെയ്ത് 2028 29 വരെ പേപ്പറുണ്ട്. 2011 ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. വണ്ടി മറ്റു കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓൾട്ടോ 2011 ഡിസംബർ 31 വണ്ടിയാണ്. വണ്ടി ഡസ്റ്റർ ആണ്. 2014 ആണ് മോഡല്. ഡീസലാണ്. വില എന്ന് പറയുമ്പോൾ 1,38,000 രൂപയ്ക്ക് കൊടുത്തേക്കാം. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ JD കാർ പാർക്കിലാണ്. നമ്മൾ മുമ്പ് എപ്പിസോഡ് ചെയ്തിരുന്നു. രണ്ടാമത്തെ എപ്പിസോഡാണ്. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം പള്ളിച്ചൽ പെരിങ്ങമലയാണ്. അതായത് നമ്മുടെ ബാലരാമപുരം, തിരുവനന്തപുരം ബാലരാമപുരം പള്ളിച്ചൽ പെരിങ്ങമലയാണ് അവർ JD കാർ പാർക്ക്. അപ്പം അത്യാവശ്യം ബഡ്ജറ്റ് കാറുടെ കളക്ഷൻസ് ആണ്. അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട്. അപ്പം നമ്മുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ജയദാസേട്ടുണ്ട്. എന്തൊക്കെയാണ് വിശേഷം? നമ്മളൊരു എപ്പിസോഡ് ചെയ്തത് രണ്ടാമത്തെ എപ്പിസോഡാണ്. ഓക്കെ, അപ്പം ഇപ്രാവശ്യം പറഞ്ഞവർക്ക് കലണ്ടറൊക്കെ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ടല്ലേ? JD കാർ കലണ്ടർ വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ ടേബിള് ഞാൻ പണ്ട് ചോദിച്ചു, പക്ഷേ പുള്ളി തന്നില്ല ഈ ടേബിൾ എനിക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ തിരുവനന്തപുരം ഞാൻ പറഞ്ഞായിരുന്നു. തിരുവനന്തപുരം പള്ളിച്ചൽ പെരിങ്ങമല. പള്ളിച്ചൽ പെരിങ്ങമല ജംഗ്ഷനിൽ വെങ്ങാണ്ട് പോകുന്ന റോഡിൽ 1/2 കിലോമീറ്ററോളം വരുമ്പോൾ റൈറ്റ് സൈഡിൽ JD കാർ പാർക്ക്. ഓക്കെ, നമ്മുടെ ലോൺ ഏത് വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത്? ലോൺ ഇപ്പോൾ 2011 മുതൽ ചെയ്യാൻ പറ്റും. അതെ, ചിലപ്പോൾ വീട്ടിലോട്ട് പോകാം. അപ്പോൾ അടുത്ത വണ്ടി നാനോ. അടുത്ത വണ്ടി നാനോയാണ്. 2011 ആണ്. 2026 വരെ പേപ്പറുണ്ട്. വണ്ടി രണ്ടാമത്തെയോ മൂന്നാമത്തെ ഓണറാണ്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അതിൻ്റെതായ വില ചോദിക്കുന്നുള്ളൂ. അപ്പം ഇത് നാനോ ബാക്കി എങ്ങനെ ഡീറ്റെയിൽസ് എങ്ങനെയാ? നാനോ എൻ്റെ കണ്ടീഷനൊക്കെ ഓക്കെയാണ്. 2011 വണ്ടിയാണ്. 26 വരെ പേപ്പറുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല? ഇല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. AC പറഞ്ഞ വണ്ടിയാണോ? നാനോ അല്ലേ? എന്നെ AC ഇല്ല. AC ഇല്ലാത്ത മോഡലല്ലേ? അത്യാവശ്യം നല്ല മൈലേജ് ഉള്ളൊരു സാധനമാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല? ഒരു പ്രശ്നവുമില്ല. ഓഫർ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? ഓഫർ വില എന്ന് പറഞ്ഞാൽ ചെറിയ തുച്ഛമായ വിലയല്ലേ പറയുന്നുള്ളൂ. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. എത്ര കൊടുക്കാം? 32,000 രൂപയ്ക്ക് പേരലാക്കി കൊടുക്കാം. 32,000? 32,000 രൂപയ്ക്ക് പേരലാക്കി കൊടുക്കാം. അടുത്ത വണ്ടി ഓൾട്ടോ. അടുത്ത വണ്ടി ഓൾട്ടോ LXi ആണ്. 2006 വണ്ടിയാണ്. 2026 വരെ പേപ്പർ അല്ല, 26 വരെ അല്ല. ടെസ്റ്റ് അവർ താമസിച്ചാ ചെയ്തത്. 2028 29 വരെ പേപ്പറുണ്ട്. അപ്പം കുറെ വർഷം താമസിച്ചാ ചെയ്തത്. അപ്പോൾ 28 വരെയോ 29 വരെ അതിന്റെ പേപ്പറുണ്ട്. വണ്ടി LXi ആണ്. AC പവർ സ്റ്റിയറിംഗ് ആണ്. AC ഒക്കെ വർക്കാണ്. ടയറൊക്കെ നല്ല കണ്ടീഷൻ ഉണ്ട്. ടയറൊക്കെ കണ്ടീഷൻ ടയറാണ്. ബോഡിയൊക്കെ നീറ്റാണ്. ഡെന്റോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഇല്ല. ബോഡി അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. വൈറ്റ് കളർ. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണറോ മൂന്നാമത്തെ ഓണറോ ആണ്. ഇതൊക്കെ ഈ ടൈപ്പിൽ വരുന്നതെല്ലാം ഇങ്ങനെ തന്നെയാണ്. 2-3 ഓണറാവും. ഇതിലൊക്കെ പഴയ വണ്ടിയാകുമ്പോൾ നമ്മൾ വണ്ടി എഞ്ചിൻ കണ്ടീഷൻ നോക്കി എടുക്കാൻ പറ്റും. അതെ. എഞ്ചിൻ കണ്ടീഷനൊക്കെ പക്കയാണ്. AC വർക്ക് ചെയ്യാനുള്ള AC വർക്ക് തന്നെയാണ്. LXi ആണോ LX ആണോ? LXi AC പവർ സ്റ്റിയറിംഗ്. ഓക്കെ, അപ്പോൾ ഹെഡ്ലൈറ്റ് മംഗലുണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടി വരും. അതെ. എത്ര കൊടുക്കാം നമുക്ക്? ആറ്റിങ്ങൽ KL16 ആറ്റിങ്ങൽ വണ്ടി. ഇപ്പം ട്രിവാൻഡ്രം RTO ഓഫീസാണ്. ഓക്കെ, അപ്പോൾ ചേട്ടൻ്റെ വില എങ്ങനെ വരുന്നത്? 89,000 രൂപ. 89 രൂപ കൊടുക്കാം. അതെ, 89,000 രൂപ കൊടുക്കാം. ശരി, അടുത്ത വണ്ടി നോക്കാം. ഓക്കെ സാർ, അടുത്ത വണ്ടി ഓൾട്ടോ. അടുത്ത വണ്ടി ഓൾട്ടോയാണ്. ഓൾട്ടോ 2011 ഡിസംബർ 31 വണ്ടിയാണ്. 2012 വരും. 12 എന്ന് പറയാം, ഒരു ദിവസത്തെ ഡിസ്റ്റൻസ്. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ്. AC പോസിറ്റീവ് ആണ്. LXi ആണ്. ഓക്കെ, കിലോമീറ്ററോ? കിലോമീറ്റർ ഒന്നിനകത്തുള്ള കിലോമീറ്റർ ആണ്. ഓക്കെ, ഓടിയിട്ടുള്ളത് 80 എത്രയാണെന്ന് തോന്നുന്നു. ടയർ കണ്ടീഷൻ ആവറേജ് കണ്ടീഷൻ ഉണ്ട്. ഫ്രണ്ട് ബോണറ്റ് റീപ്ലേസ്മെന്റ് ഉണ്ട്. അതെ, ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. തട്ടെന്ന് പറയുമ്പം അത് ഓവറായിട്ടുള്ളതൊന്നുമല്ല, പക്ഷേ റീപ്ലേസ്മെന്റ് ഉണ്ട്. നമുക്ക് ഈ കണ്ടീഷനിൽ വന്ന വണ്ടിയാണ്. അപ്പം ഈ കാണുന്ന ക്വാളിറ്റി ഉണ്ട് വണ്ടി. ഈ കാണുന്ന ക്വാളിറ്റി ഉണ്ട്. വണ്ടി പെയിന്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. മറ്റേ പാച്ച് വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ടയറൊക്കെ ആവറേജ് കണ്ടീഷൻ ഉണ്ട്. ഫ്രണ്ടിലൊക്കെ പുതിയ ടയറാണ് കിടക്കുന്നത്. എത്ര കൊടുക്കാം നമുക്ക്? ഇതിന്റെ വില എന്ന് പറയുമ്പം 1,15,000 രൂപയ്ക്ക് കൊടുക്കാം. 1,15,000? 1,15,000 രൂപ. 2012 എന്ന് പറയാം, ഒരു ദിവസത്തെ ഇതേ ഉള്ളൂ. പിന്നെ ഈ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് ആ വില പറയുന്നത്. അത് ഇൻഷുറൻസ് തീർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇൻഷുറൻസ് പുതിയത് എടുത്ത് കൊടുക്കാം. ലോൺ എത്ര കയറും? ലോണ് ഏതാണ്ട് ഒരു 80-85 ലോൺ കയറാൻ ചാൻസ് ഉണ്ട്. അടുത്ത വണ്ടി ഓൾട്ടോ. അടുത്ത വണ്ടി ഓൾട്ടോയാണ്. ഓൾട്ടോ LXi ആണ്. ഇത് ഇപ്പം റീടെസ്റ്റ് ചെയ്ത് കൊടുക്കും. മോഡൽ 2009 ആണ്. 2009 റീടെസ്റ്റ് ചെയ്ത് കൊടുക്കും. പുതിയ ടാക്സ് ഇൻഷുറൻസ് എല്ലാം എടുത്ത് റീടെസ്റ്റ് ചെയ്ത് 25 വർഷത്തിന്റെ ആനിവേഴ്സറി ആ സമയത്ത് ഇറങ്ങിയ വണ്ടിയാണ്. വണ്ടി ഓക്കെയാണ്. ടയറൊക്കെ പുതിയ ടയറെല്ലാം പുതിയ ടയറാണ്. മറ്റേ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. LXi ആണ്. AC പോസിറ്റീവ്. AC പോസിറ്റീവ് ഇറങ്ങണത്. ഓക്കെ,
വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? വേറെ പ്രശ്നമൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. എഞ്ചിൻ കണ്ടീഷൻ ഓക്കെ ആണല്ലോ? ആ എഞ്ചിനെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഗ്ലാസ് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ ഒരു ചക്ക വീണതാണ് എൻ്റെ പേരത്തൂടെ. ഞാൻ തന്നെ ഗ്ലാസ് മാറ്റിയത്. അങ്ങനെ അപ്പോൾ റീടെസ്റ്റ് ചെയ്ത് 1,10 കൊടുക്കാം. 1,10 കൊടുക്കാം. ഓക്കെ. പുതിയ ടാക്സ് ഇൻഷുറൻസ് എല്ലാം എടുത്ത് റീടെസ്റ്റ് ചെയ്ത് പേരലാക്കി 1,10 കൊടുക്കും. അടുത്ത വണ്ടി സ്വിഫ്റ്റ്. അടുത്ത വണ്ടി സ്വിഫ്റ്റ് ആണ്. 2006 വണ്ടിയാണ്. VXi ആണ്. 2006 VXi. അതെ 2006 VXi ആണ്. ഓണർഷിപ്പ് 3rd ഓണറാണ്. 1,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടയർ കണ്ടീഷൻ കൂട്ടാണ്, കുഴപ്പമില്ല. ഒരു എന്തോ 80% ടയർ ഉണ്ടല്ലേ? ആ ടയറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ടയർ പുതിയ ടയറാണുള്ളത്. 3 ടയർ പുതിയ ടയറാണ്. 2006 ആണ്. ഒരു ടയർ മോശം. അതെ, ഒരു ടയർ ആവറേജ് ആണ്. 3 ടയർ പുതിയ ടയറാണ്. 26 പേപ്പർ ഉണ്ട്. അതെ 26 പേപ്പർ ഉണ്ട്. ഇന്ത്യൻ കണ്ടീഷൻ ക്വാളിറ്റി ഉണ്ട്. ജസ്റ്റ് VXi ആണ്. VXi ആണ് 2006. ഇതിനകത്ത് 4 പവർ വിൻഡോ വരുന്നുണ്ട്, AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, 4 പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചില വേറെ പ്രശ്നങ്ങൾ വണ്ടി നിലവിൽ വേറെ പ്രോബ്ലങ്ങളൊന്നുമില്ല. എത്ര കൊടുക്കാം വണ്ടി? 2006 വില എന്ന് പറയുമ്പോൾ 1,38,000 രൂപയ്ക്ക് കൊടുത്തേക്കാം. ലാസ്റ്റ് വേണ്ട. ഓക്കെ. ലോണൊന്നും കയറില്ല പഴയ വണ്ടി? ലോൺ കയറത്തില്ല. ശരി, അടുത്ത വണ്ടി നോക്കാം. അപ്പോൾ അടുത്ത വണ്ടി ബ്ലാക്ക് ആൾട്ടോ. അടുത്ത വണ്ടി ബ്ലാക്ക് ആൾട്ടോയാണ്. അത് 2011 ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. വണ്ടി മറ്റു കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. 70,000 കിലോമീറ്ററിനകത്ത് വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട്. AC പവർ സ്റ്റിയറിംഗാണ് വരുന്നത്. കിലോമീറ്റർ അത് കിലോമീറ്റർ അതെ 70 ആ റേഞ്ച് എന്താണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഓക്കെ. ടയർ കണ്ടീഷൻ ഗുഡാണ്. ടയറെല്ലാം നല്ല കണ്ടീഷൻ ടയറുകളാണ് കിടക്കുന്നത്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ട് പോകുന്നുണ്ട്. സീറ്റ് കവർ അപ്പോൾസറിയൊക്കെ വളരെ നല്ല പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. ഒരു പൈനറിന്റെ സീറ്റ് ഇരിപ്പുണ്ട്. AC വരുന്നുണ്ട്. വണ്ടി നല്ല ക്വാളിറ്റി. LXi അല്ലേ? AC വൃത്തിയുണ്ട്. വണ്ടി ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയുണ്ട്. ബോഡി വൃത്തിയുണ്ട്. ടയർ കണ്ടീഷൻ ഗുഡാണ്. ഡെന്റോ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. വണ്ടി ഓവറോൾ ഗുഡ് കണ്ടീഷൻ അല്ലേ? അതെ, ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. എത്ര കൊടുക്കാം നമുക്ക്? ഇതിന്റെ ലാസ്റ്റ് പ്രൈസ് 1,30,000 രൂപയ്ക്ക് കൊടുക്കാം. 1,30,000. വണ്ടിയുടെ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ ഷോപ്പിൽ ചെറിയ മാറ്റിയാണ് ചോദിക്കുന്നത്. പിന്നെ നമ്മുടെ യൂട്യൂബ് വിലയാണ് ഞാൻ ഈ പറഞ്ഞത്. കാരണം ഷോപ്പിൽ നമ്മൾ ഒരു 10 രൂപ മാറ്റിയാണ് സംസാരിക്കുന്നത്. ലോണൊന്നും കയറില്ലല്ലോ? അതെ, ലോൺ കയറില്ലല്ലോ. ലോണ് മാക്സിമം നോക്കാം. ഒരു 90 രൂപയൊക്കെ ലോണ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ശരി, അടുത്ത. അതെ, ഓക്കെ. അടുത്ത വണ്ടി ബ്ലാക്ക് സാൻഡ്രോ. ബ്ലാക്ക് സാൻഡ്രോ ആണ്. 2010 ആണ്. 10 വണ്ടി. അതെ, 2000 ടെസ്റ്റ് പറഞ്ഞുണ്ടല്ലേ? 25 ലാസ്റ്റിലാണെന്നാ തോന്നുന്നത്. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ്. കിലോമീറ്റർ ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ എന്നും ഡൗട്ടുണ്ട്. സെക്കൻഡിനപ്പുറം പോകില്ല. ഇല്ല, അതിനപ്പുറം പോകില്ല. കിലോമീറ്റർ 76,000 കിലോമീറ്റർ ഓടി. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. ബോഡി ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. ചെറിയ ടച്ചപ്പ് വേണ്ടി വരുമല്ലോ. അതെ അതെ. ഓക്കെ. ഇന്ത്യയിലെ കണ്ടീഷൻ ഫാബ്രിക് ആണ്. ചെറിയ അഴുക്കുണ്ട്, കുഴപ്പമില്ല, എന്നാലും ഓക്കെയാണ്. 76 ഓടിയിട്ടുണ്ട്. ഓക്കെ. ഒരു പാനസോണിക് സ്റ്റീരിയൊക്കെ ഇരിപ്പുണ്ട്. AC പവർ സ്റ്റിയറിംഗ് മാത്രമല്ലേ? AC പവർ സ്റ്റിയറിംഗ്. AC വർക്ക് ചെയ്യോട്ടോ? AC വർക്ക് തന്നെയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല, വേറെ പ്രോബ്ലങ്ങളൊന്നുമില്ല. 2010 വണ്ടി സാൻഡ്രോ. അപ്പോൾ എത്ര കൊടുക്കാം നമുക്ക്? എൻ്റെ വില എന്ന് പറയുമ്പോൾ 1,10 ആണ് എൻ്റെ വില വരുന്നത്. 1,10,000 രൂപയ്ക്ക് കൊടുക്കാം. ഗോൾഡൻ സ്വിഫ്റ്റ് ആണ്. ഗോൾഡൻ ബീച്ച്. എങ്ങനെയാണ്? വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. പിന്നെ VXi ആണ്. മോഡൽ 2006 ആണ്. 26 പേപ്പർ. അതെ, 26 പേപ്പർ ഉണ്ട്. വണ്ടി കൊള്ളാല്ലേ? വണ്ടി ടയറൊക്കെ പുത്തൻ ടയർ. എന്താ ബാക്കിൽ കിടക്കുന്നത് അതെല്ലാം പുതിയ ടയറുകളാണ്. ഓക്കെ. വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയാണ്. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കയാണല്ലോ? എഞ്ചിൻ കണ്ടീഷൻ എല്ലാം പക്കയാണ്. AC ഒക്കെ നല്ല കൂളിംഗ്. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ എന്നാ തോന്നുന്നത്. കിലോമീറ്റർ 98 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല? അല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടി നല്ല പക്ക വണ്ടിയാണ്. ഓക്കെ. ഗോൾഡൻ ബീച്ച് ആണ് കളറ്. സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷേ വൃത്തിയുണ്ട്. ഇതിനകത്ത് സ്റ്റീരിയോ വരുന്നില്ല. 4 പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. AC വർക്കിംഗ് ആണല്ലോ? AC വർക്കിംഗ് ആണ്. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കയാണ്? എഞ്ചിൻ കണ്ടീഷൻ എല്ലാം പക്കയാണ്. എത്ര കൊടുക്കാം നമുക്ക് വേണ്ടി? ഇതിന്റെ വില എന്ന് പറയുമ്പോൾ 1,45,000 രൂപ വരും. 1,45. വണ്ടി അത്രയും പെർഫെക്റ്റ് വണ്ടിയാണ്. പാർട്ടിയുടെ വണ്ടിയാണ്. അവർ 1.5 പറയുന്നത്. ലാസ്റ്റ് 1,45 കിട്ടിയാൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതേ എമൗണ്ട് ഞാനും പറഞ്ഞു. വണ്ടി പെർഫെക്റ്റ് ആണ്. ഒരു കുഴപ്പമില്ല. സ്വിഫ്റ്റ് ആണ്. VXi ആണ്. അടുത്ത വണ്ടി റിഡ്സ്. അടുത്ത വണ്ടി റെഡ്സ് ആണ്. അത് 2014 ആണ്. വണ്ടി. അതെ, 2014 വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അതെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ZXi ആണ്. ടോപ്പ് എൻഡ് വണ്ടി. ടോപ്പ് എൻഡ് വണ്ടിയാണ്. എയർ ബാഗും ബാക്ക് വൈപ്പർ എല്ലാം വരുന്നതാണ്. ABS എല്ലാം വരുന്നത്. എയർ ബാഗ് വരുന്നുണ്ടല്ലോ? അതോ എയർ ബാഗ് വരുന്നത്? അതെ, എയർ ബാഗ് വരുന്നതാണ്. അലോയ്സ് വരുന്നുണ്ട്. ബോഡിയൊക്കെ നീറ്റ് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയല്ലേ? സിംഗിൾ ഓണർ വണ്ടി. ZXi നമ്മുടെ. ഓക്കെ.
ഇന്ത്യൻ കണ്ടീഷൻ നീറ്റ് വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി, നല്ല വണ്ടിയാണ്, നീറ്റ്. ഓക്കെ, ZX ആകുമ്പോഴത്തേക്കും ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്, 4 ഡോർ പവർ ഉണ്ട്, മിറർ അഡ്ജസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, ടാക്കോമീറ്റർ വരുന്നുണ്ട്. ഓക്കെ, അപ്പം റെഡ്സ് എനിക്ക് നല്ല ഇഷ്ടമുള്ള വണ്ടി കേട്ടോ, എൻ്റെ പൈസ കൊണ്ട് ഞാൻ എടുത്താണ്. ഓ അത് ശരി. ഒരുപാട് നല്ല വണ്ടിയല്ലേ കാണാൻ? നല്ല വണ്ടി, നല്ല വണ്ടി, കമ്പനി സർവീസ് വണ്ടിയാണ്. 113 ഓടിയിട്ടുണ്ട്, 110 വരെ കമ്പനി സർവീസ് വണ്ടി, കമ്പനി സർവീസ് വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം പക്കയാണ്, വർക്കിംഗ് ആണ്. ഓക്കെ, എത്രയ്ക്ക് കൊടുക്കാം? എൻ്റെ ലാസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ 3,25,000 രൂപ കൊടുക്കാം. 3,25,000? അതെ, 3,25,000 രൂപ കൊടുക്കാം. 14 വണ്ടി. അത് നമ്മുടെ ഈ യൂട്യൂബ് ചാനലുകാർക്ക് വേണ്ടിയുള്ള വിലയാണ്, അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ചെറിയൊരു റിട്ടാണ് കൊടുക്കുന്നത്. 3,25,000 രൂപ കൊടുക്കാം, 3 ലക്ഷം രൂപയുള്ള ലോണും കിട്ടും. അപ്പോൾ അടുത്ത വണ്ടി ഡസ്റ്റർ? അടുത്ത വണ്ടി ഡസ്റ്ററാണ്, 2014 മോഡല്, ഡീസലാണ്. പിന്നെ 2029 വരെ പേപ്പറുണ്ട്. ഓണർഷിപ്പ് 3rd ഓണർ ആയിട്ടുണ്ട്. കിലോമീറ്റർ 131 ഓടിയിട്ടുണ്ട്. 131? അതെ. വേണ്ട വണ്ടിയാണ്. ആവറേജ് അലൈസ് ഉണ്ട്, അലോയൊക്കെ വരുന്നതാണ്. ഓക്കെ, വണ്ടിയുടെ ഇന്ത്യൻ കണ്ടീഷൻ നീറ്റാണ്, സീറ്റ് കവറുണ്ട്, നീറ്റ് അടുപ്പുണ്ട്. ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്, 9 ഇഞ്ച് സീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 4 ഡോർ പവർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ്, ഡ്യൂൽ എയർ ബാഗ് വരുന്നുണ്ട്. ഓക്കെ, ഡസ്റ്റർ 2014 വണ്ടി. ഓക്കെ, അപ്പോൾ എത്ര കൊടുക്കും ചേട്ടാ വണ്ടി? എന്ത് വില എന്ന് പറയുമ്പോൾ 3,25,000 രൂപ വില വരും. 3 ലക്ഷം രൂപയോളം ലോൺ കിട്ടും. 25 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം.